കാലത്ത് നടക്കാൻ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് ക്ഷീണ. നല്ല ചൂടല്ലേ, അതുകൊണ്ട് ഡബിൾ ക്ഷീണ. അപ്പോൾ അഭിച്ചേട്ടന് ഫിസിയോതെറാപ്പിയുടെ കുറച്ച് എക്സസൈസുകൾ കഴിഞ്ഞ് വന്നാൽ ചെയ്യാനുണ്ട്. അപ്പോൾ അഭിച്ചേട്ടൻ അത് ചെയ്യാനിരിക്കുകയാണ് അവിടെ. അതിൻ്റെ ഇടയിൽ ചെറിയ പാട്ടും മൂളലൊക്കെ കേൾക്കാനുണ്ട്. അപ്പോൾ ആദ്യക്ക് ചോറ് കൊടുത്തു. ചോറ് തിന്നായിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. ചോറും മണി മാത്രം വാരി തിന്നു. എൻ്റെ മുന്നേ കറികളൊക്കെ അവിടെ വെക്കും. അടുത്ത ആൾക്ക് ചോറിനാൻ സമയമില്ല, അപ്പോൾ അവൾക്ക് ചോറും വാരി കൊടുത്തു. ഞാൻ അഭിചേട്ടനെ ഉപദേശിക്കാൻ ഇറങ്ങി. അഭിചേട്ടാ വെള്ളം കുടിച്ചോളോട്ടാ, നല്ല ചൂടാന്ന് പറഞ്ഞിട്ട്. വെറുതെ ഒരു രസം. അങ്ങനെ ഇതേ അടുത്ത ആളുടെ അടുത്ത് അമ്മി ഇതേ വണ്ടി വരാറായി, 8:30 പോവോ ഇറങ്ങൂ എന്നൊക്കെ പറഞ്ഞിരിക്കുക. ഞാൻ ചോറ് മാത്രം എടുത്ത് വെക്കാൻ വരെ പറയണ രണ്ടാളുടെ അടുത്തും. അങ്ങനെ അതെല്ലാം എടുത്ത് അവരങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതാ എന്നെ കാത്തിരിക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ എന്ന് ആലോചിച്ച് പാത്രം കഴുകാൻ പോയി. അപ്പോൾ ഇതാ അഭിചേട്ടൻ പാത്രം കഴുകുന്നു ഗൈസ്. അപ്പോൾ അഭിചേട്ടൻ ഇരിക്കുന്ന പാത്രമൊക്കെ കഴുകി തന്നായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അഭിചേട്ടൻ്റെ ലഞ്ച് ബാഗ് പാക്ക് ചെയ്യാമെന്ന്. അപ്പം ഞാൻ പോയി അഭിചേട്ടൻ്റെ ലഞ്ച് ബാഗ് പാക്ക് ചെയ്തു. പക്ഷെ കാര്യം ഉണ്ടായി, ആളിന്ന് ഉച്ച കഴിഞ്ഞാൽ വർക്കിന് പോയത്. അപ്പോൾ ചോറ് വീട്ടിലിരുന്ന് തന്നെ കഴിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അഭിചേട്ടൻ്റെ ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തു. ആളെന്തോ നോട്ട് എഴുതാനിരിക്കുകയായിരുന്നു അവിടെ. ഒരു ദിവസത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് എഴുതാറുണ്ട്. ആ ടൈമിലാണ് ഞാൻ പോയി ചോദിച്ചത്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തു കേട്ടോ അതിൻ്റെ ഇടയിൽ. അതിൻ്റെ ഇടയിൽ ഞാൻ ക്ലീനിങ് ചെയ്യുന്നുണ്ട്, വർത്താനം പറയുന്നുണ്ട്. ഞങ്ങളുടേതായ ഒരു സമയം ഇങ്ങനൊന്നും ടൈം കിട്ടാറില്ല കേട്ടോ. ഇന്ന് അഭിചേട്ടൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഇന്നിപ്പോൾ ആളിവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഈ സമയത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ ഞങ്ങളുടെ കൃഷ്ണാപുരത്തെ സൗഹൃദ ഇഫ്താർ വിരുന്നാണ് കേട്ടോ ഈ വരുന്ന ഞായറാഴ്ച. ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കോഫി ചോദിച്ചു. അപ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാൻ കുളിക്കാൻ പോയിട്ടോ. ആൾ കുടിച്ച് നോക്കിയിട്ട് പറയാം സൂപ്പറായിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കണ്ണാടയുടെ മുന്നിലുള്ള പ്രഹസനമാണിത്. വെറുതെ ട്രൈപോഡ് വെച്ച് ഫോൺ വെച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചു. അമ്മ പരീക്ഷ കഴിഞ്ഞു, ഉച്ചയ്ക്കുള്ള പരീക്ഷ ഇല്ല, അമ്മ വിളിക്കാൻ വായോ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വെയിലല്ലേ, അപ്പോൾ ഞാൻ കാറിൻ്റെ അടുത്ത് പോയി. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.